ഡിയർ സ്റ്റുഡൻസ്, പ്ലസ് ടു കെമിസ്ട്രി പ്രാക്ടിക്കലിന്റെ ഫോക്കസ് ഏരിയയിൽ വരുന്ന ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ തുടങ്ങുന്നത്. ആദ്യം നമുക്ക് പ്രാക്ടിക്കലിന്റെ 40 മാർക്സ് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് നോക്കാം. അതിൽ 16 മാർക്ക് ക്വാളിറ്റേറ്റീവ് അനാലിസിസിനാണ്, അതായത് ഒരു സാമ്പിളിന്റെ ക്വാളിറ്റി മനസ്സിലാക്കുന്നതിനുള്ള അനാലിസിസ്. നമുക്ക് പ്ലസ് ടു സിലബസിൽ ചെയ്യാനുള്ളത് സോൾട്ട് അനാലിസിസ് ആണ്. അപ്പൊ അതിനാണ് 16 കോഴ്സ് പോകുന്നത്. അടുത്തത് 15 മാർക്ക് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിനാണ്, അതായത് ഒരു സാമ്പിളിന്റെ ക്വാണ്ടിറ്റി മനസ്സിലാക്കുന്നതിനുള്ള അനാലിസിസ്. അതിൽ തന്നെ വോളിമെട്രിക് അനാലിസിസ് ആണ് നമുക്ക് ചെയ്യാനുള്ളത്. അതിൽ ഫോക്കസ് ഏരിയയിൽ സിംഗിൾ ടൈട്രേഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി അടുത്തതായിട്ട് ഒരു 3 മാർക്ക് നമ്മൾ ഈ പറഞ്ഞ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിന്റെ പ്രിൻസിപ്പിളും പ്രൊസീജിയറും എഴുതുന്നതിനാണ്. പ്രിൻസിപ്പിൾ എഴുതുന്നതിന് 1 മാർക്കും പ്രൊസീജിയർ എഴുതുന്നതിന് 2 മാർക്കുമാണ്. അങ്ങനെ ടോട്ടൽ 3 മാർക്ക്. പ്രാക്ടിക്കൽ റെക്കോർഡിന് 4 മാർക്കുണ്ട്. അതുപോലെ വൈവയ്ക്ക് 2 മാർക്കുണ്ട്. ഓർഗാനിക് അനാലിസിസ് നമ്മൾ ഈ വർഷം ഒഴിവാക്കിയിരിക്കുകയാണ്. ആദ്യം നമുക്ക് ക്വാളിറ്റേറ്റീവ് അനാലിസിസ് എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. അതിൽ തന്നെ സോൾട്ട് അനാലിസിസ് ആണ് നമ്മുടെ പ്ലസ് ടു സിലബസിൽ പഠിക്കാനുള്ളത്. ഈ സോൾട്ട് അനാലിസിസിനെ തന്നെ 2 പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, ആനയോൺ അനാലിസിസും കാറ്റയോൺ അനാലിസിസും. അതിൽ ആനയോൺ അനാലിസിസിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോൾട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം എത്തുന്നത് നമ്മുടെ ഭക്ഷണത്തിൽ ചേർത്ത് കഴിക്കുന്ന ഉപ്പാണ്. പക്ഷേ ഇത് സോൾട്ടിന് ഒരു എക്സാമ്പിൾ മാത്രമേ ആകുന്നുള്ളൂ കെമിസ്ട്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ. കെമിസ്ട്രിയിൽ ആസിഡും ബേസും ചേർന്നുണ്ടാകുന്ന പ്രോഡക്റ്റിനെയാണ് നമ്മൾ സോൾട്ട് എന്ന് വിളിക്കുന്നത്. ആസിഡ് പ്ലസ് ബേസ് ഗീവ്സ് സോൾട്ട് പ്ലസ് വാട്ടർ എന്ന ഇക്വേഷൻ നമ്മൾ സ്കൂൾ കാലം മുതൽ പഠിക്കുന്നതാണ്. അപ്പോൾ ആസിഡും ബേസും ചേർന്നുണ്ടാകുന്ന പ്രോഡക്റ്റ് ആണ് സോൾട്ട്. ഇതിൽ ഒരു എക്സാമ്പിൾ മാത്രമാണ് നമ്മുടെ ഉപ്പെന്ന് വിളിക്കുന്ന സോഡിയം ക്ലോറൈഡ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന ആസിഡും സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന ബേസും ചേർന്നുണ്ടാകുന്ന ഒരു സോൾട്ട് ആണ് സോഡിയം ക്ലോറൈഡ് അല്ലെങ്കിൽ ഉപ്പ്. ഇതുപോലെ പല ആസിഡുകളും പല ബേസുകളും ചേർന്ന് ഉണ്ടാകുന്ന നിരവധി സോൾട്ടുകൾ ഉണ്ട്. ഇങ്ങനെയുള്ള സോൾട്ട്സിന് ചില എക്സാമ്പിൾസ് ആണ് അമോണിയം കാർബണേറ്റ്, അമോണിയം അസറ്റേറ്റ്, ലെഡ് നൈട്രേറ്റ്, അമോണിയം സൾഫേറ്റ്, അലുമിനിയം ക്ലോറൈഡ് എക്സെട്ര. അപ്പൊ ഇവിടെ കാർബണേറ്റ് സോൾട്ടുകൾ ലഭിക്കുന്നത് കാർബോണിക് ആസിഡിൽ നിന്നാണ്, അസറ്റേറ്റുകൾ ലഭിക്കുന്നത് അസറ്റിക് ആസിഡിൽ നിന്നാണ്, സൾഫേറ്റ് സൾഫ്യൂരിക് ആസിഡിന്റെ സോൾട്ടുകളാണ്, അതുപോലെ നൈട്രേറ്റ് നൈട്രിക് ആസിഡിന്റെ സോൾട്ടുകളാണ്, ക്ലോറൈഡ് ലഭിക്കുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡിൽ നിന്നാണ്. ഒരു സോൾട്ടിന്റെ പേര് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതിന് 2 ഭാഗങ്ങളുണ്ട്. ഒരു ആസിഡിൽ നിന്ന് കിട്ടുന്ന നെഗറ്റീവ് ഭാഗവും ബേസിൽ നിന്ന് കിട്ടുന്ന പോസിറ്റീവ് ഭാഗവും. ഉദാഹരണത്തിന് സോഡിയം ക്ലോറൈഡ്. ഇതിൽ സോഡിയം എന്ന ഭാഗം നമുക്ക് ലഭിക്കുന്നത് ബേസിൽ നിന്നാണ്, സോഡിയം ഹൈഡ്രോക്സൈഡ് എന്നുള്ള ബേസിൽ നിന്നാണ്. അതുകൊണ്ട് ഈ ഭാഗത്തെ നമ്മൾ ബേസിക് റാഡിക്കൽ എന്ന് വിളിക്കും, അല്ലെങ്കിൽ കാറ്റയോൺസ് എന്ന് വിളിക്കും. ക്ലോറൈഡ് എന്ന ഭാഗം നമുക്ക് ലഭിക്കുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡിൽ നിന്നാണ്. അതുകൊണ്ട് ഇതിനെ നമ്മൾ ആസിഡ് റാഡിക്കൽ എന്ന് വിളിക്കും. ഇതിന്റെ ചാർജ് നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മൾ അതിനെ ആനയോൺ എന്ന് വിളിക്കും. അപ്പൊ നമുക്ക് മനസ്സിലായല്ലോ, ഒരു സോൾട്ടിൽ 2 പാർട്ടുണ്ട്, ബേസിക് റാഡിക്കലും ആസിഡ് റാഡിക്കലും, അല്ലെങ്കിൽ ആനയോണും കാറ്റയോണും. നെഗറ്റീവ് ഭാഗത്തെ നമ്മൾ ആനയോൺ എന്ന് വിളിക്കും, പോസിറ്റീവ് ഭാഗത്തെ കാറ്റയോൺ എന്നും വിളിക്കും. അപ്പോൾ ഒരു സോൾട്ട് അനലൈസ് ചെയ്ത് കണ്ടുപിടിക്കുന്നതിന് നമ്മൾ ആദ്യം അതിലെ ആനയോൺ ഏതാണെന്ന് അനലൈസ് ചെയ്ത് കണ്ടുപിടിക്കും. അതിനുശേഷം അതിലെ കാറ്റയോൺ ഏതാണെന്ന് കണ്ടുപിടിക്കും. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് അതിലെ ആനയോൺ കണ്ടുപിടിക്കുന്നത് എന്നാണ്. അപ്പോൾ നമ്മുടെ ലാബിൽ സാധാരണയായി തരാറുള്ള ആനയോൺസ് ഏതൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ ആനയോൺ അനാലിസിസിന് നമുക്ക് 8 മാർക്കാണ് ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് സാധാരണയായിട്ട് ലാബിൽ 5 ആനയോൺസ് ആണ് തരാറുള്ളത്. അപ്പോൾ നമ്മൾ ആ ഓർഡറിൽ തന്നെ പഠിച്ചു വെക്കണം. അവ ഇതൊക്കെയാണ്: കാർബണേറ്റ്, അസറ്റേറ്റ്, ക്ലോറൈഡ്, നൈട്രേറ്റ്, സൾഫേറ്റ്. ഇങ്ങനെ 5 ആനയോൺസ് ആണ് നമ്മുടെ അനാലിസിസിന് വേണ്ടി നമുക്ക് സാധാരണ പ്ലസ് ടു സിലബസിൽ ലാബിൽ തരാറുള്ളത്. ഈ അനാലിസിസ് നടത്തുന്നതിന് വേണ്ടി നമ്മൾ ലാബിൽ 2 ടൈപ്പ് ടെസ്റ്റുകൾ ചെയ്യാറുണ്ട്. അതിലൊന്ന് ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് ആണ്, അതായത് തന്നിരിക്കുന്ന സോൾട്ടിലെ ആനയോൺ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതിനുള്ള ടെസ്റ്റ്. ഇനി നമ്മൾ ഐഡന്റിഫൈ ചെയ്താൽ മാത്രം പോരാ, അത് ഉറപ്പാക്കണം, കൺഫേം ചെയ്യുക കൂടി വേണം. അപ്പോൾ കൺഫേം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകളാണ് കൺഫർമേറ്ററി ടെസ്റ്റുകൾ. നമുക്ക് ആനയോൺ അനാലിസിസിന് ഐഡന്റിഫൈ ചെയ്യാൻ ഒരു ടെസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കൺഫർമേറ്ററി ടെസ്റ്റ് കൂടി ചെയ്യണം. അപ്പോൾ ആനയോൺ അനാലിസിസിൽ നമുക്ക് 2 ടെസ്റ്റുകളാണ്, ഒരു ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റും ഒരു കൺഫർമേറ്ററി ടെസ്റ്റിനുമാണ് മാർക്ക് ലഭിക്കുന്നത്. ആദ്യം നമുക്ക് ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം. അപ്പോൾ നമ്മൾ പറഞ്ഞു 5 ആനയോൺസ് ആണുള്ളത്: കാർബണേറ്റ്, അസറ്റേറ്റ്, ക്ലോറൈഡ്, നൈട്രേറ്റ്, സൾഫേറ്റ്. അപ്പോൾ ഇവ ഓർഡറിൽ തന്നെയാണ് നമ്മൾ ചെയ്തു പോകുന്നത്. അതിനെയാണ് നമ്മൾ സിസ്റ്റമാറ്റിക് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് ചെയ്ത് കറക്റ്റായിട്ട് ആനയോൺ കണ്ടുപിടിക്കുന്നതിന് നമുക്ക് 4 മാർക്കാണ് ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം മുതൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ നോക്കേണ്ടത് ആ സോൾട്ടിലെ ആനയോൺ കാർബണേറ്റ് ആണോ എന്നാണ്. അപ്പോൾ കാർബണേറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റ് ഇതാണ്: ടു എ ലിറ്റിൽ ഓഫ് ദി സോൾട്ട് ഡൈല്യൂട്ട് HCl ഈസ് ആഡഡ്. അപ്പോൾ സോൾട്ട് എടുത്ത് അതിലേക്ക് നേർപ്പിച്ച, അതായത് ഡൈല്യൂട്ട് HCl ചേർക്കുക. അപ്പോൾ നമ്മൾ ആ ടെസ്റ്റ് ട്യൂബിൽ
ട്യൂബിൽ നോക്കിയാൽ ബ്രിസ്ക് എഫർവസൻസ് വിത്ത് എ കളർലെസ് ഓർഡർലെസ് ഗ്യാസ്, നിറമില്ലാത്തതും മണമില്ലാത്തതുമായ ഒരു വാതകം ബ്രിസ്ക് എഫർവസൻസോടുകൂടി, അതായത് പതഞ്ഞു പോകുന്ന രീതിയിൽ വരികയാണെങ്കിൽ നമ്മൾ പറയും അതിൽ കാർബണേറ്റ് ഉണ്ട്, പ്രസൻസ് ഓഫ് കാർബണേറ്റ് ഉണ്ട് എന്ന് നമ്മൾ എഴുതും. ഇനി നമ്മൾ ഉദ്ദേശിച്ച തരത്തിലുള്ള റിയാക്ഷൻസ് അവിടെ നടന്നില്ല, ബ്രിസ്ക് എഫർവസൻസ് ഒന്നും ഉണ്ടായില്ലെങ്കിൽ നമ്മൾ എഴുതും നോ ക്യാരക്ടറിസ്റ്റിക് റിയാക്ഷൻ, ആബ്സെൻസ് ഓഫ് കാർബണേറ്റ്. നമ്മൾ ഉദ്ദേശിച്ച റിയാക്ഷൻസ് ഒന്നും അവിടെ നടന്നില്ല, അതുകൊണ്ട് കാർബണേറ്റ് ഇല്ല. അതുപോലെ തന്നെ ഇനി കാർബണേറ്റ് ഇല്ലെങ്കിൽ ഉടൻ തന്നെ നമ്മൾ ഈ ബ്രിസ്ക് എഫർവസൻസ് ഒന്നും വന്നില്ല എങ്കിൽ ഉടൻ തന്നെ നമ്മൾ അടുത്ത ടെസ്റ്റ് ചെയ്ത് നോക്കണം. അതെന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? അസറ്റേറ്റ് ഉണ്ടോ നോക്കാനുള്ള ടെസ്റ്റ് ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് ഓർഡറിൽ പഠിച്ചു വെക്കണമെന്ന് പറയുന്നത്. ഇനി അസറ്റേറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ നോക്കാം. എ ലിറ്റിൽ ഓഫ് ദി സോൾട്ട് ഈസ് റബ്ഡ് വിത്ത് ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ഇൻ എ വാച്ച് ഗ്ലാസ്. ഒരു വാച്ച് ഗ്ലാസ് എടുത്ത് അതിലേക്ക് കുറച്ച് സോൾട്ട് ഇട്ട് അതിനകത്ത് 2-3 തുള്ളി ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ചേർത്ത് റബ്ബ് ചെയ്യുക. റബ്ബ് ചെയ്തിട്ട് മണത്ത് നോക്കുമ്പോൾ ഒരു വിനാഗർ സ്മെല്ലുണ്ടെങ്കിൽ, വിനാഗിരിയുടെ സ്മെല്ലുണ്ടെങ്കിൽ നമ്മൾ പറയും പ്രസൻസ് ഓഫ് അസറ്റേറ്റ് എന്ന്. ഇനി വിനാഗിരിയുടെ സ്മെല്ലൊന്നും ഉണ്ടായില്ലെങ്കിൽ നമ്മൾ എഴുതും നോ ക്യാരക്ടറിസ്റ്റിക് റിയാക്ഷൻ, ആബ്സെൻസ് ഓഫ് അസറ്റേറ്റ്. ഇനി അസറ്റേറ്റും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത ക്ലോറൈഡ് ഉണ്ടോ നോക്കും. ക്ലോറൈഡ് ഉണ്ടോ എന്ന് നോക്കുന്നതിന് വേണ്ടി എ ലിറ്റിൽ ഓഫ് ദി സോൾട്ട് ഈസ് വാംഡ് വിത്ത് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. സോൾട്ട് എടുക്കുക, അതിലേക്ക് കുറച്ച് 2-3 തുള്ളി കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ചേർത്ത ശേഷം വാം ചെയ്യുക, ചൂടാക്കുക. ചൂടാക്കുമ്പോൾ എ പഞ്ചന്റ് സ്മെല്ലിംഗ് ഗ്യാസ്, രൂക്ഷഗന്ധമുള്ള ഒരു ഗ്യാസ് ഉണ്ടാകും, ഒരു കളർലെസ് അല്ലെങ്കിൽ വൈറ്റ് ഫ്യൂംസ് ഉണ്ടാകും. ഗീവ്സ് വൈറ്റ് ഡെൻസ് ഫ്യൂംസ് വിത്ത് ഗ്ലാസ് റോഡ് ഡിപ്ഡ് ഇൻ NH4OH. ഈ വൈറ്റ് ഫ്യൂംസ് ശരിക്കും കാണാൻ പറ്റിയില്ലെങ്കിൽ അമോണിയം ഹൈഡ്രോക്സൈഡിൽ മുക്കിയ ഒരു ഗ്ലാസ് റോഡ് ആ ടെസ്റ്റ് ട്യൂബിന്റെ വായ്ഭാഗത്ത് കൊണ്ട് കാണിച്ചാൽ ആ വൈറ്റ് ഫ്യൂംസ് തിക്കാകുന്നത് കാണാൻ സാധിക്കും, നല്ല കട്ടിയുള്ള വെളുത്ത പുക ഉണ്ടാകുന്നത് കാണാൻ സാധിക്കും. ഇങ്ങനെ ഉണ്ടായാൽ നമ്മൾ പറയും പ്രസൻസ് ഓഫ് ക്ലോറൈഡ്. ഇങ്ങനെയൊന്നും സംഭവിച്ചില്ലെങ്കിൽ നമ്മൾ പറയും നോ ക്യാരക്ടറിസ്റ്റിക് ഒബ്സർവേഷൻ, ആബ്സെൻസ് ഓഫ് ക്ലോറൈഡ്. അപ്പോൾ ഈ ടെസ്റ്റ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആണ് എടുക്കുന്നത്. ഡ്രോപ്പർ വെച്ച് 2-3 തുള്ളി കയ്യിലും മേത്തും ഒന്നും വീഴാതെ വേണം നമ്മൾ ടെസ്റ്റ് ട്യൂബിലേക്ക് ആഡ് ചെയ്യാൻ. ഇനി ക്ലോറൈഡും ഇല്ലെങ്കിലോ അടുത്ത് നമ്മൾ നൈട്രേറ്റ് ഉണ്ടോ നോക്കും. എ ലിറ്റിൽ ഓഫ് ദി സോൾട്ട് ഈസ് സ്ട്രോങ്ലി ഹീറ്റഡ് വിത്ത് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഇൻ എ ഡ്രൈ ടെസ്റ്റ് ട്യൂബ് ആൻഡ് എ പേപ്പർ ബോൾ added. കഴിഞ്ഞ ടെസ്റ്റിൽ പറഞ്ഞതുപോലെ തന്നെ ടെസ്റ്റ് ട്യൂബിലേക്ക് സോൾട്ട് എടുത്ത് അതിനകത്തേക്ക് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ചേർക്കണം. എന്നിട്ട് അത് നന്നായിട്ട് ചൂടാക്കണം. ചൂടായി തിളച്ച് വരുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് ഒരു പേപ്പർ ബോൾ, ചെറിയ ന്യൂസ് പേപ്പറിന്റെ ചെറിയ കഷ്ണം എടുത്ത് ഉരുട്ടി ബോളാക്കി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുക്കുമ്പോൾ റെഡിഷ് ബ്രൗൺ ഗ്യാസ് ഉണ്ടാവുകയാണെങ്കിൽ, ചുവപ്പ് കലർന്ന ബ്രൗൺ ഗ്യാസ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ പറയും പ്രസൻസ് ഓഫ് നൈട്രേറ്റ്. ഇനി ബ്രൗൺ ഗ്യാസ് ഉണ്ടായില്ലെങ്കിൽ നമ്മൾ പറയും നോ ക്യാരക്ടറിസ്റ്റിക് ഒബ്സർവേഷൻ, ആബ്സെൻസ് ഓഫ് നൈട്രേറ്റ്. അപ്പൊ നമ്മുടെ 4 ആനയോൺസ് നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നൈട്രേറ്റും ഇല്ലെങ്കിൽ നമ്മൾ അടുത്ത ലാസ്റ്റ് ആനയോൺ ഏതാണെന്ന് നോക്കണം. എങ്ങനെ നോക്കും? To a little of the salt solution, barium chloride solution is added. സോൾട്ട് എടുത്തിട്ട് അല്ലെങ്കിൽ സോൾട്ട് സൊല്യൂഷൻ ആക്കിയിട്ട് അതിനകത്തേക്ക് ബേരിയം ക്ലോറൈഡ് ചേർക്കുക. ബേരിയം ക്ലോറൈഡ് ചേർക്കുമ്പോൾ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടുകയാണെങ്കിൽ നമ്മൾ പറയും ഇത് സൾഫേറ്റ് ആണെന്ന്. നമുക്ക് അതൊന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടി വൈറ്റ് പ്രസിപ്പിറ്റേറ്റിലേക്ക് ഡൈല്യൂട്ട് HCl ചേർക്കുക. അപ്പോൾ അത് ഇൻസൊല്യൂബിൾ, ലയിക്കാതെ കിടക്കുകയാണെങ്കിൽ നമുക്കത് സൾഫേറ്റ് ആണെന്ന് തീർച്ചയായിട്ടും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ലഭിക്കുകയാണെങ്കിൽ നമ്മൾ പറയും പ്രസൻസ് ഓഫ് സൾഫേറ്റ്. ഇനി വൈറ്റ് പ്രസിപ്പിറ്റേറ്റും ഒന്നും ഉണ്ടായില്ലെങ്കിൽ നമ്മൾ എഴുതും നോ ക്യാരക്ടറിസ്റ്റിക് ഒബ്സർവേഷൻ, ആബ്സെൻസ് ഓഫ് സൾഫേറ്റ്. അപ്പോൾ ശരിക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിൽ എവിടെയെങ്കിലും വെച്ച് നമുക്ക് പോസിറ്റീവ് റിസൾട്ട് കിട്ടും. നമുക്ക് ആനയോൺ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനും സാധിക്കും. ആനയോൺ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് ആ ആനയോണിന്റെ കൺഫർമേറ്ററി ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതായത് ഏത് ആനയോണാണോ നമുക്ക് ലഭിക്കുന്നത് അതിന്റെ മാത്രം കൺഫർമേറ്ററി ടെസ്റ്റ് ചെയ്താൽ മതിയാകും. ഉദാഹരണത്തിന് ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് കാർബണേറ്റ് ആണെന്ന് മനസ്സിലായി. അപ്പൊ നമുക്ക് പിന്നീട് താഴേക്ക് അസറ്റേറ്റ് ഉണ്ടോ, നൈട്രേറ്റ് ഉണ്ടോ, ക്ലോറൈഡ് ഉണ്ടോ എന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നേരെ കാർബണേറ്റിന്റെ കൺഫർമേറ്ററി ടെസ്റ്റ് ചെയ്താൽ മതി. ഇനി കാർബണേറ്റ് ഇല്ലെങ്കിൽ നമ്മൾ അസറ്റേറ്റ് ഉണ്ടോ നോക്കുക. നമുക്ക് അസറ്റേറ്റ് കിട്ടുകയാണെങ്കിൽ അസറ്റേറ്റിന്റെ കൺഫർമേറ്ററി ടെസ്റ്റ് നേരെ ചെയ്യാം. ക്ലോറൈഡോ നൈട്രേറ്റോ സൾഫേറ്റോ താഴേക്ക് ഉണ്ടോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മളെ തന്നിരിക്കുന്ന സോൾട്ടിൽ സൾഫേറ്റ് ആണ് ഉള്ളതെങ്കിൽ നമ്മൾ കാർബണേറ്റ് ചെയ്താലും കിട്ടില്ല, അസറ്റേറ്റ് ചെയ്താലും കിട്ടില്ല, ക്ലോറൈഡും നൈട്രേറ്റും ഒന്നും കിട്ടില്ല. സൾഫേറ്റ് ചെയ്യുമ്പോഴേ നമുക്ക് പോസിറ്റീവ് റിസൾട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾ സൾഫേറ്റിന്റെ കൺഫർമേറ്ററി ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഏത് ആനയോണാണോ കിട്ടുന്നത് അതിന്റെ മാത്രം കൺഫർമേറ്ററി ടെസ്റ്റ് ചെയ്താൽ മതിയാകും. നമുക്കിനി കൺഫർമേറ്ററി ടെസ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. കാർബണേറ്റിന്റെ കൺഫർമേറ്ററി ടെസ്റ്റ്. ടു എ ലിറ്റിൽ ഓഫ് ദി സോൾട്ട് സൊല്യൂഷൻ ബേരിയം ക്ലോറൈഡ് സൊല്യൂഷൻ ഈസ് ആഡഡ്. സോൾട്ട് സൊല്യൂഷൻ കുറച്ച് ടെസ്റ്റ് ട്യൂബിൽ എടുത്ത് അതിലേക്ക് ബേരിയം ക്ലോറൈഡ് സൊല്യൂഷൻ
ചേർക്കുക. വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടുകയാണെങ്കിൽ നമ്മൾ കാർബണേറ്റ് ഉണ്ടെന്ന് കൺഫേം ചെയ്യാം. എ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഈസ് ഫോംഡ്, പ്രസൻസ് ഓഫ് കാർബണേറ്റ് ഈസ് കൺഫേംഡ്. ഇനി അസറ്റേറ്റിന്റെ കൺഫർമേറ്ററി ടെസ്റ്റ്. എ ലിറ്റിൽ ഓഫ് ദി സോൾട്ട് സൊല്യൂഷൻ ഈസ് ആഡഡ് ടു ന്യൂട്രൽ ഫെറിക് ക്ലോറൈഡ് സൊല്യൂഷൻ ഇൻ എ ടെസ്റ്റ് ട്യൂബ്. അപ്പോൾ സോൾട്ട് സൊല്യൂഷനിലേക്ക് ന്യൂട്രൽ ഫെറിക് ക്ലോറൈഡ് സൊല്യൂഷൻ ചേർക്കുക, അല്ലെങ്കിൽ ന്യൂട്രൽ ഫെറിക് ക്ലോറൈഡ് സൊല്യൂഷൻ ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുത്ത് അതിലേക്ക് നമ്മുടെ സോൾട്ട് സൊല്യൂഷൻ ചേർക്കുക. എങ്ങനെയാണെങ്കിലും ഡീപ് റെഡ് കളറേഷൻ കിട്ടുന്നു, നല്ല ബ്ലഡ് റെഡ് കളറേഷൻ കിട്ടും. അപ്പോൾ അതൊന്ന് കുറച്ചു നേരം സെറ്റിൽ ചെയ്യാൻ വെക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ആ ഡീപ് റെഡ് കളർ കാണാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ കിട്ടുകയാണെങ്കിൽ നമുക്ക് പ്രസൻസ് ഓഫ് അസറ്റേറ്റ് ഈസ് കൺഫേംഡ് എന്ന് എഴുതാൻ സാധിക്കും. ഇനി ക്ലോറൈഡ് ആണ് കിട്ടുന്നതെങ്കിൽ അതിന്റെ കൺഫർമേറ്ററി ടെസ്റ്റ് എങ്ങനെ ചെയ്യും? എ ലിറ്റിൽ ഓഫ് ദി സോൾട്ട് സൊല്യൂഷൻ ഈസ് ആഡഡ് വിത്ത് ഡൈല്യൂട്ട് നൈട്രിക് ആസിഡ് ആൻഡ് സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ. അപ്പോൾ സോൾട്ട് സൊല്യൂഷൻ എടുത്ത് അതിലേക്ക് ഡൈല്യൂട്ട് നൈട്രിക് ആസിഡും സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനും ചേർക്കുക. അപ്പോൾ നമുക്ക് വൈറ്റ് കേർഡി പ്രസിപ്പിറ്റേറ്റ്, തൈര് പോലുള്ള ഒരു വെളുത്ത പ്രസിപ്പിറ്റേറ്റ് കിട്ടുകയാണെങ്കിൽ നമ്മൾ പറയും ക്ലോറൈഡ് ആണെന്ന്. ഈ വൈറ്റ് കേർഡി പ്രസിപ്പിറ്റേറ്റിലേക്ക് അമോണിയം ഹൈഡ്രോക്സൈഡ് എക്സസ് ആയിട്ട് ചേർക്കുകയാണെങ്കിൽ ഈ പ്രസിപ്പിറ്റേറ്റ് ഡിസോൾവ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് എഴുതാൻ സാധിക്കും പ്രസൻസ് ഓഫ് ക്ലോറൈഡ് ഈസ് കൺഫേം. ഇനി നൈട്രേറ്റ് ആണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ കൺഫർമേറ്ററി ടെസ്റ്റ് ചെയ്യുന്നത് ബ്രൗൺ റിംഗ് ടെസ്റ്റ് ആണ്. അപ്പോൾ ഇത് നമ്മൾ 10th പഠിച്ചിട്ടുള്ള ടെസ്റ്റ് ആണ് ബ്രൗൺ റിംഗ് ടെസ്റ്റ്. എങ്ങനെയാ ചെയ്യുന്നത്? എ ലിറ്റിൽ ഓഫ് ദി സോൾട്ട് സൊല്യൂഷൻ ഈസ് മിക്സ്ഡ് വിത്ത് ഈക്വൽ വോളിയം ഓഫ് ഫ്രഷ്ലി പ്രിപ്പയർഡ് ഫെറസ് സൾഫേറ്റ് സൊല്യൂഷൻ. അപ്പോൾ സോൾട്ട് സൊല്യൂഷൻ എടുക്കുക, അത് എത്ര എടുത്തോ അത്രയും തന്നെ ഫ്രഷ്ലി പ്രിപ്പയർഡ്, അപ്പോൾ തന്നെ ഉണ്ടാക്കിയെടുത്ത ഫെറസ് സൾഫേറ്റ് സൊല്യൂഷൻ, സോൾട്ട് സൊല്യൂഷൻ എടുത്ത് അത്രയും തന്നെ ചേർക്കുക. ഒരു ടെസ്റ്റ് ട്യൂബിൽ സോൾട്ട് സൊല്യൂഷൻ എടുത്ത ശേഷം വേറൊരു ടെസ്റ്റ് ട്യൂബിൽ ഫെറസ് സൾഫേറ്റ് കുറച്ചിട്ട് അപ്പോൾ തന്നെ ഉണ്ടാക്കിയെടുത്താൽ മതി. എന്നിട്ട് ആ ക്ലിയർ സൊല്യൂഷൻ സോൾട്ട് സൊല്യൂഷനിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ടു ദിസ് മിക്സ്ചർ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഈസ് ആഡഡ് സ്ലോലി ത്രൂ ദി സൈഡ്സ് ഓഫ് ദി ടെസ്റ്റ് ട്യൂബ്. ഈ ടെസ്റ്റ് ട്യൂബിന്റെ സൈഡിൽ കൂടി അനക്കാതെ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് ഒഴിച്ചു കൊടുക്കുക, സൈഡിൽ കൂടി ഒഴിച്ചു കൊടുക്കുക. കുറച്ച് സമയം കഴിയുമ്പോൾ ഈ രണ്ട് ലിക്വിഡിന്റെയും ജംഗ്ഷനിൽ ഒരു ബ്രൗൺ റിംഗ് ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതാണ് ബ്രൗൺ റിംഗ് ടെസ്റ്റ്. ഇങ്ങനെ ബ്രൗൺ റിംഗ് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് എഴുതാൻ സാധിക്കും പ്രസൻസ് ഓഫ് നൈട്രേറ്റ് ഈസ് കൺഫേംഡ്. ഇനി ലാസ്റ്റ് സൾഫേറ്റ് ആണ് കിട്ടുന്നതെങ്കിലോ? എ ലിറ്റിൽ ഓഫ് ദി സോൾട്ട് സൊല്യൂഷൻ ഈസ് ആഡഡ് വിത്ത് ഡൈല്യൂട്ട് അസറ്റിക് ആസിഡ് ആൻഡ് ലെഡ് അസറ്റേറ്റ് സൊല്യൂഷൻ. സോൾട്ട് സൊല്യൂഷനിലേക്ക് ഡൈല്യൂട്ട് അസറ്റിക് ആസിഡും ലെഡ് അസറ്റേറ്റ് സൊല്യൂഷനും ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടുമെങ്കിൽ സൾഫേറ്റ് പ്രസൻസ് ആണെന്ന് പറയാം. പ്രസൻസ് ഓഫ് സൾഫേറ്റ് ഈസ് കൺഫേംഡ് എന്ന് എഴുതാൻ സാധിക്കും. അപ്പൊ ഇതാണ് 5 ആനയോൺസിന്റെയും കൺഫർമേറ്ററി ടെസ്റ്റുകൾ. കാർബണേറ്റ് ആണ് കിട്ടുന്നതെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ നമ്മുടെ അനാലിസിസ് കഴിയും. ഉടൻ തന്നെ എന്റെ കൺഫർമേറ്ററി ടെസ്റ്റ് ചെയ്താൽ ആനയോൺ അനാലിസിസ് കംപ്ലീറ്റ് ആകും. അപ്പോൾ നമ്മൾ ലാബിൽ ഓരോ സ്റ്റുഡൻസിനും ഓരോ സോൾട്ട് ആയിരിക്കും തരിക. നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആൾക്ക് കാർബണേറ്റ് ആണെങ്കിൽ നമുക്ക് സൾഫേറ്റും ആണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ കാർബണേറ്റ് കിട്ടിയ ആളുടെ പ്രോസസ് 5 മിനിറ്റ് കൊണ്ട് തന്നെ അവസാനിക്കും. പക്ഷെ അത് നോക്കി നിന്ന് നമ്മൾ ടെൻഷൻ അടിക്കാതെ നമ്മുടെ അനാലിസിസ് സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ ചെയ്യുക. നമുക്ക് ലാസ്റ്റ് വരെ ചെയ്തെങ്കിൽ മാത്രമേ സൾഫേറ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ സിസ്റ്റമാറ്റിക് അനാലിസിസ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഏത് ആനയോൺസും വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കും. ഒരു ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് ചെയ്ത് അത് എഴുതുന്നതിന് 4 മാർക്കും കൺഫർമേറ്ററി ടെസ്റ്റിന് 4 മാർക്കുമാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ആനയോൺ അനാലിസിസ് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ പേപ്പറിൽ എഴുതുമ്പോൾ സിസ്റ്റമാറ്റിക് അനാലിസിസ് നടത്തി സൾഫേറ്റ് ആണ് കിട്ടുന്നതെങ്കിൽ കാർബണേറ്റിന്റെ ടെസ്റ്റ് എഴുതി നോ ക്യാരക്ടറിസ്റ്റിക് റിയാക്ഷൻ ആബ്സെൻസ് ഓഫ് കാർബണേറ്റ്, അതുപോലെ അസറ്റേറ്റിന്റെ ടെസ്റ്റ് എഴുതി നോ ക്യാരക്ടറിസ്റ്റിക് റിയാക്ഷൻ ആബ്സെൻസ് ഓഫ് അസറ്റേറ്റ്, അങ്ങനെ ഓരോന്നും നോ ക്യാരക്ടറിസ്റ്റിക് റിയാക്ഷൻസ് ആബ്സെൻസ് ഓഫ് ദാറ്റ് ആനയോൺ എന്ന് എഴുതി ലാസ്റ്റ് സൾഫേറ്റിന്റെ ടെസ്റ്റ് എഴുതി അതിന്റെ ഒബ്സർവേഷനും എഴുതി വേണം പ്രസൻസ് ഓഫ് സൾഫേറ്റ് എന്ന് എഴുതാൻ. അപ്പോൾ മുകളിലുള്ള ആനയോൺസ് എല്ലാം ആബ്സെന്റ് ആണെന്ന് കൂടി എഴുതി വേണം നമ്മൾ സബ്മിറ്റ് ചെയ്യാൻ. എന്നിട്ട് സൾഫേറ്റിന്റെ കൺഫർമേറ്ററി ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഏത് ആനയോണാണോ കിട്ടുന്നത് അതിന് മുകളിലുള്ള ആനയോൺസ് എല്ലാം ആബ്സെൻസ് എന്ന് എഴുതിയിട്ട് വേണം നമുക്ക് കിട്ടിയ ആനയോൺസിന്റെ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് എഴുതി റിസൾട്ട് എഴുതാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് കാറ്റയോൺ അനാലിസിസ് ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ കാറ്റയോൺ അനാലിസിസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.